ബംഗ്ലാദേശിലെ ധാക്കയിൽ പട്ടാളം ഇറങ്ങി. അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പ്രേക്ഷകരെ നമുക്കൊരു ചിത്രം കാണിക്കാം. ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനസ് ഇരിക്കുന്നു. എതിർവശത്തിരിക്കുന്നത് വാക്കർ ഉസ്സമാൻ, ബംഗ്ലാദേശിൻ്റെ സൈനിക മേധാവി. രണ്ടുപേരും മുഖാമുഖം ഇരുന്ന് നടുക്കൊരു ടീപ്പോയുണ്ട്. അതിൻ്റെ രണ്ട് വശങ്ങളിലുമായിരുന്ന് സംസാരിക്കുകയാണ്. ഈ ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രസിദ്ധമായ മാസിക ഉണ്ടല്ലോ ബ്ലിറ്റ്സിൻ്റെ പത്രാധിപർ സലാവുദ്ദീൻ ഷോയിബ് ചൗധരിയാണ്. ഈ ചിത്രം സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ചൗധരി പറയുന്നു. ഒന്ന്, അദ്ദേഹം വീണ്ടും ചിത്രം പ്രേക്ഷകർ കാണുക. മുഹമ്മദ് യൂനസ് എന്ന വൃദ്ധൻ ഇരിക്കുന്നു. അദ്ദേഹം ഒരു കസേരയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിറകു വശത്ത് ഒരു തലയിണ, ഒരു പില്ലോ വെച്ചിട്ടുണ്ട്. സാധാരണ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കുഷൻ, അല്ലേ, കുഷൻ എന്ന് പറയാം, പില്ലോ അല്ലെങ്കിൽ കുഷൻ വെച്ചിട്ടുണ്ട്. കുഷൻ വെക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഇരിക്കാൻ കൂടെ വയ്യാത്ത അസഹനീയമായ നടുവേദനയുണ്ട്. അപ്പോൾ ഗുരുതരമായ നടുവേദന എന്നുള്ള പ്രായാധിക്യം കൊണ്ടുള്ള പ്രശ്നം അനുഭവിക്കുകയാണ് മുഹമ്മദ് യൂനസ്. അത് വിടാം, ഒരാളുടെ ആരോഗ്യസ്ഥിതിയല്ലേ. അദ്ദേഹം ഇരിക്കുന്നതിന് തൊട്ടു താഴെ ഒരു കറുത്ത ബാഗ് തറയിലിരിപ്പുണ്ട്. നമ്മുടെ ഈ ചെറിയ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ചെറിയ സഞ്ചി, സ്കൂൾ ടീച്ചർമാരൊക്കെ കൊണ്ടു നടക്കുന്ന ബാഗില്ലേ, നമ്മുടെ സ്റ്റുഡിയോയിൽ TG വരുമ്പോൾ ഒരു ചെറിയ ബാഗ് പിടിച്ചോണ്ട് വരും. അതുപോലത്തെ ഒരു കറുത്ത ബാഗ് മുഹമ്മദ് യൂനസിൻ്റെ താഴെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തായിട്ട്. അപ്പോൾ എന്തിനാണ് പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ഒരു ചീഫ് അഡ്വൈസർ പോകുമ്പോൾ ഇങ്ങനെ ഒരു ബാഗും കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അദ്ദേഹം തന്നെ അടുത്ത് വെക്കേണ്ട കാര്യമുണ്ട്. ഏതെങ്കിലും ട്രംപിൻ്റെ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ മോദിയുടെ വീഡിയോ കാണുമ്പോൾ, എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ കാണുമ്പോൾ പോലും തൊട്ടടുത്ത് ബാഗൊന്നും കാണാറില്ലല്ലോ. ഇല്ല. ഒന്നെങ്കിൽ അങ്ങനെ വല്ല ബാഗും കരുതുന്നുണ്ടെങ്കിൽ അത് വാഹനത്തിനകത്ത് വെക്കും, അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടുത്ത് വെക്കും, അല്ലേ, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടുത്ത് വെക്കും. അത് പിടിക്കാൻ വേറെ ആളുണ്ടാവും, അങ്ങനെയല്ലേ? ഇതെന്തിനാണ് ഈ രേഖ തൊട്ടടുത്ത് ഈ ബാഗുകൾ വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ എന്തോ വിലപ്പെട്ട രേഖകൾ അതിനകത്തുണ്ട്. അത് മറ്റാരും കാണാൻ പാടില്ല, മറ്റാരുടെയും കയ്യിൽ പെടാൻ പാടില്ല എന്നതുകൊണ്ടായിരിക്കാം, അല്ലേ? എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം, എൻ്റെ കൂടെ തന്നെ ഇരിക്കണം എന്ന് വാശി പിടിക്കുന്നത് വിശ്വാസമില്ലാത്തതുകൊണ്ട്. അത് മാത്രമല്ല, പെട്ടെന്ന് ഓടേണ്ടി വന്നാൽ ഇത് എടുത്ത് തപ്പിയെടുക്കാൻ പറ്റില്ല. ഇതും പിടിച്ചുകൊണ്ട് ഓടാൻ നേരത്ത് കയ്യിൽ വേണം. ഷെയ്ഖ് ഹസീന അങ്ങനെ ഓടിപ്പോയില്ലേ? അപ്പോൾ മുഹമ്മദ് യൂനസിന് പെട്ടെന്ന് ചിലപ്പോൾ ഓടിപ്പോവേണ്ടി വന്നേക്കാം എന്നൊരു തോന്നലുണ്ട് അദ്ദേഹത്തിനുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ചിത്രം മൊത്തത്തിൽ നിന്നെടുത്ത് പ്രേക്ഷകർ നോക്കൂ. വീണ്ടും കാണിക്കാം ചിത്രം. വാക്കർ ഉസ്സമാൻ ഇരിക്കുന്നു, നേരെ ഓപ്പോസിറ്റ് മുഹമ്മദ് യൂനസ് ഇരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് കൊടികളുണ്ട്. പച്ചയിൽ ചുവന്ന സൂര്യൻ പോലെ കാണിക്കുന്ന ബംഗ്ലാദേശിൻ്റെ കൊടി, തൊട്ടുപുറത്ത് ചുവന്ന കൊടി ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ കൊടിയാണ്. അതായത് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ആൾ ഇരിക്കുന്നത് മുഹമ്മദ് യൂനസിൻ്റെ ഓഫീസിലല്ല, പട്ടാള മേധാവിയുടെ ഓഫീസിലാണ്. സാധാരണ തിരിച്ചാണ്. അതായത് പട്ടാള മേധാവിയെ പ്രധാനമന്ത്രി വിളിക്കുന്നു, പട്ടാള മേധാവി വരച്ചോണ്ട് വന്ന് സല്യൂട്ട് അടിക്കുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. പട്ടാള മേധാവിയുടെ മുറിയിലേക്ക് രാജ്യത്തിൻ്റെ ഭരണാധികാരി ചെന്നിരിക്കുന്നു. എന്നിട്ട് അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കണം. ചിത്രം വീണ്ടും കാണിക്കാം. വളരെ ഫേമായിട്ട്, വളരെ നിശ്ചയദാർഢ്യത്തോടെ വാക്കർ ഉസ്സമാൻ ഇരിക്കുന്നു. അപ്പുറത്ത് ഒരല്പം പരിങ്ങലോടെ പുറകിലൊരു തലയണയും വെച്ച് മുഹമ്മദ് യൂനസ് ഇരിക്കുന്നു. പേടിച്ചെന്ന് പറയണ്ട, പക്ഷേ അതിൻ്റെ ശരീരഭാഷ, നമ്മുടെ വീട്ടിൽ വേറൊരാൾ വരുമ്പോൾ നമുക്കൊരു സുപ്രീമസി ഉണ്ട്, അല്ലേ? നമ്മൾ വേറെടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ, ആ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്നതിനും പെരുമാറുന്നതിനൊക്കെ നമ്മൾ സ്വയം ഒരു നിയന്ത്രണം ഇടും. അത്തരം ഒരു ശരീരഭാഷ മുഹമ്മദ് യൂനസിൻ്റെ ചിത്രത്തിലുണ്ട്. അതിലൊക്കെ ഒരു ഏറ്റവും ക്രൂഷ്യലായ ചോദ്യം, എന്തുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരി പട്ടാളത്തലവനെ അങ്ങോട്ട് പോയി കാണുന്നു? അതൊരു വലിയ ചോദ്യമാണ്. ഇതാണ് ഇപ്പോൾ ഉള്ള ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിനേക്കാളും പവർഫുള്ളായിട്ട് ആരും മാറുന്നു? വാക്കർ ഉസ്സമാൻ മാറുന്നു എന്നാണ് സലാവുദ്ദീൻ ഷോഹിബ് ചൗധരി തൻ്റെ പോസ്റ്റിലൂടെ ഈ ചിത്രം പോസ്റ്റ് ചെയ്ത് ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ ബംഗ്ലാദേശിൻ്റെ ധാക്കയിലേക്ക് ഹിഫാസത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഘടന വലിയൊരു മാർച്ച് പ്രഖ്യാപിച്ചത് അടുത്ത തെരഞ്ഞെടുപ്പ് ഉടനെ നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവാമി ലീഗ് മത്സരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അവാമി ലീഗ് മത്സരിക്കാൻ പാടില്ലാത്തത്?
അവാമി ലീഗ് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ്. കാരണം ജനാധിപത്യം ഞങ്ങൾ പുനഃസ്ഥാപിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ടികൾക്കും മത്സരിക്കാൻ അവസരം കൊടുക്കണ്ടേ? അത് വേണം. അവാമി ലീഗ് മത്സരിക്കട്ടെ, ചുണയുണ്ട് ജയിക്കട്ടെ എന്നല്ലേ പറയേണ്ടത്. ഇവർക്കറിയാം അവാമി ലീഗ് മത്സരിച്ചാൽ അവർ തന്നെ ജയിക്കുമെന്നറിയാം. അതുകൊണ്ട് അവാമി ലീഗ് മത്സരിക്കാൻ പാടില്ല, അതിനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് നഫാത്ത് ഇസ്ലാം എന്നുള്ള തീവ്രവാദ സംഘടന ഒരു മാർച്ച് പ്രഖ്യാപിക്കുന്നു. മാർച്ച് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസ് ഇറങ്ങും അല്ലേ? അതെ. ഇന്നലെ പോലീസ് അല്ല ഇറങ്ങിയത്, പട്ടാളം ഇറങ്ങി. ഡാക്കയ്ക്ക് കാവലുമായിട്ട് പട്ടാളം വന്നു. ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നാഷണൽ സിറ്റിസൺസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥി കലാപം നടത്തിയ ആ ചെറുപ്പക്കാരുടെ സംഘടന ചേർന്നിട്ട് തീവ്രവാദികളായ ചെറുപ്പക്കാരുടെ നേതാവ് നാഷിദ് ഇസ്ലാം ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാണ് NCP, നാഷണൽ സിറ്റിസൺസ് പാർട്ടി. അവരും പറയുന്നുണ്ട് അവാമി ലീഗിനെ മത്സരിക്കാൻ പാടില്ല, അവർ നിരോധിച്ചാൽ പോലും അവർ ചിലപ്പോൾ വേറെ പേരിട്ട് മത്സരിക്കും, അതുകൊണ്ട് അവാമി ലീഗുകാരൊക്കെ കൊല്ലണമെന്നായിരിക്കും പറയുന്നത് എന്ന് പറഞ്ഞ് ഇവർ സമരരംഗമായിട്ട് വന്നിരിക്കും. ഒരു കാരണവശാലും ഞങ്ങൾ മത്സരിക്കും, അവാമി ലീഗിനെ ആ പേരിലോ അല്ലാത്ത പേരിലോ മത്സരിപ്പിക്കാൻ പാടില്ലെന്നാണ് ഇവരുടെ ആവശ്യം. പക്ഷേ ഇതെല്ലാം ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം നോക്കി വിലയിരുത്തിയിട്ട് നമ്മുടെ ബ്ലിറ്റ്സിൻ്റെ പത്രാധിപർ പറയുന്നത് 2 മാസം കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീനയെ രക്ഷപ്പെടുത്തിയത് വാക്കർ ഉസ്മാനാണ്, ബംഗ്ലാദേശിൻ്റെ കരസേനാ മേധാവിയാണ്. എത്രയും പെട്ടെന്ന് മാഡം പോകൂ, മാഡത്തിന് പോകാൻ ഹെലികോപ്റ്റർ റെഡി, ഞാൻ മാഡത്തിനെ സുരക്ഷിതനായി ബംഗ്ലാദേശിൽ നിന്ന് കടത്തിവിടാം എന്ന ഉറപ്പ് കൊടുത്തത് വാക്കർ ഉസ്മാനാണ്. വാക്കർ ഉസ്മാൻ ഇതെല്ലാം കണ്ട് മടുത്തു. ഇനി വാക്കർ ഉസ്മാൻ തീരുമാനിച്ചിരിക്കുന്നത് നോക്കി നിൽക്കാൻ പറ്റില്ല, ബംഗ്ലാദേശിനെ വലിയ കലാപഭൂമിയാക്കി, വർഗീയ കലാപത്തിൻ്റെ ന്യൂനപക്ഷ വേട്ടയുടെ ഭൂമിയായി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഇടപെട്ടേ പറ്റൂ എന്ന് വാക്കർ ഉസ്മാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് സലാവുദ്ദീൻ ഷോഹിബ് ചൗധരി പറയുന്നത്. എന്നിട്ട് സലാവുദ്ദീൻ പറയുകയാണ് 2 മാസം. ജൂൺ മാസത്തിൽ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശ് ആർമി തിരിച്ചു കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയാക്കും എന്ന് പറയുന്നു. അപ്പോൾ സാധാരണഗതിയിലെ പോലെ ഒരു പട്ടാള അട്ടിമറി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? വാക്കർ ഉസ്മാന് ഷെയ്ഖ് ഹസീന തിരിച്ചു വരണം. ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തനാണ് വാക്കർ ഉസ്മാൻ. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിന് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യൻ ആർമി പരിശീലിപ്പിച്ചെടുത്ത ഓഫീസറാണ് വാക്കർ ഉസ്മാൻ. അത് മാത്രമല്ല ഇന്ത്യയോട് വലിയ ലോയൽറ്റി ഉണ്ട്, ഇന്ത്യയുടെ താല്പര്യങ്ങൾ ലംഘിക്കുന്ന ഒന്നും ചെയ്യത്തില്ല എന്ന് മുമ്പൊരിക്കൽ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി വിവാദമായി. കാരണം അത്തരം കാര്യങ്ങൾ പറയേണ്ടത് പട്ടാള മേധാവിയല്ല, രാജ്യത്തലവൻ പറയേണ്ട കാര്യങ്ങൾ പട്ടാള മേധാവി പറഞ്ഞപ്പോൾ തന്നെ ഒരു കണ്ണുകടി, ഒരു കരടുണ്ടായിരുന്നു. അതേ തുടർന്ന് വാക്കർ ഉസ്മാനെ അട്ടിമറിക്കാൻ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു നീക്കം നടന്നു. ഏതാനും ജനറൽമാർ ചേർന്ന് ISIയുടെ പിന്തുണയോടെ വാക്കർ ഉസ്മാനെ അട്ടിമറിക്കാൻ വേണ്ടി 3 ജനറൽമാർ ചേർന്ന് ഒരു യോഗം ചേർന്നിരുന്നു. ഇതിൻ്റെ വിവരം കൃത്യമായി ഇന്ത്യ ചോർത്തി വാക്കർ ഉസ്മാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വാക്കർ ഉസ്മാനും മനസ്സിലാവുന്നുണ്ട് തനിക്കെതിരെയും ഒരു നീക്കം നടക്കുന്നുണ്ട്, അതുകൊണ്ട് കളി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് കരുതി വളരെ കൃത്യമായി വാക്കർ ഉസ്മാൻ തൻ്റെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ധാക്കയിൽ പട്ടാളം ഇറങ്ങുന്നു. മുഹമ്മദ് യൂനിസിനെ കാണണമെങ്കിൽ യൂനിസ് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം വേറെ കാര്യമുണ്ട്, ഇപ്പം യൂനിസിനെ കാണുമ്പോൾ വാക്കർ ഉസ്മാൻ സല്യൂട്ട് അടിക്കുമായിരിക്കും, പക്ഷേ സത്യത്തിൽ ആ സല്യൂട്ടിൻ്റെ കാര്യമില്ല. വാട്ട് ഈസ് ഹി, ഹൂ ഈസ് ഹി? മുഹമ്മദ് യൂനിസ് ആരാണ്? ഉപദേശകൻ. ആരുടെ ഉപദേശകൻ? അറിയില്ല. ബംഗ്ലാദേശിന്റെ ഭരണഘടനയിൽ ഉപദേശകന്മാർക്ക് റോളില്ല. ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യാത്തൊരു പദവിയിലിരിക്കുന്ന ആളെ എന്തിനു പട്ടാള മേധാവി അങ്ങോട്ട് പോയി കാണണം? അതാണ് പട്ടാള മേധാവിയുടെ ഓഫീസിലേക്ക് യൂനിസിനറിയാം നേരെ, അതുകൊണ്ട് പട്ടാള മേധാവിയുടെ ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. ഇന്ത്യയുടെ കരസേനാ മേധാവിയെ കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നു സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റും? പോകത്തില്ല. ഇങ്ങോട്ട് വാടകയെന്ന് പറഞ്ഞാൽ ഇവിടെ വരണം, വന്നിട്ട് 2 മണിക്കൂർ പുറത്ത് നിൽക്കാൻ പറഞ്ഞാൽ 2 മണിക്കൂർ പുറത്ത് നിൽക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ നേരെ തിരിച്ചാ, എന്നെ കാണണോ താൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞത്. ആകെയുള്ള സഹായം നടുവേദന മാറ്റാൻ പുറകെ വെക്കാൻ ഒരു കുഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വിവരങ്ങൾ എന്ന് വെച്ചാൽ ഷെയ്ഖ് ഹസീനയെ പിടികൂടുക, കൊട്ടാരം ആക്രമിക്കാൻ ഷെയ്ഖ് ഹസീനയുടെ പാലസ് ആക്രമിച്ച ഈ കലാപകാരികളുടെ ലക്ഷ്യം ഷെയ്ഖ് ഹസീനെ അവിടെ വെച്ച് പിടികൂടുക, പിടിച്ച് പരസ്യമായി വിചാരണ ചെയ്ത് പരസ്യമായി തൂക്കിലേറ്റുക. നമ്മൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ കണ്ടിട്ടുണ്ട്, വിളക്കുകാലിൽ തൂക്കിക്കൊന്നു എന്ന് പറയുന്ന പോലെ. ഹസീനയെ പിടികൂടി പരസ്യ വിചാരണ നടത്തി തൂക്കിലേറ്റുക, പരസ്യമായി തൂക്കിക്കൊല്ലുക എന്ന ലക്ഷ്യമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി നയിച്ച ഈ ബംഗ്ലാദേശിലെ കലാപത്തിൻ്റെ പിന്നിൽ. കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന കലാപത്തിൻ്റെ പിന്നിൽ നിന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച വിവരം വാക്കർ
സമാന് കിട്ടിയത് കൊണ്ടാണ് വളരെ ആക്റ്റീവായിട്ട് വളരെ പ്രോംപ്റ്റായിട്ട് ഇടപെട്ട് ഷെയ്ഖ് ഹസീനയെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് കടത്തിയത്. ഇപ്പോഴും വാക്കർ സമാനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ടില്ല. ഷെയ്ഖ് ഹസീന ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് വാക്കർ സമാന് ഒരു ഉത്തരവ് കൊടുത്താൽ ആ ഉത്തരവ് പാലിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? ബംഗ്ലാദേശ് ആർമിക്കുണ്ട്. കാരണം അവർ രാജിവെച്ചിട്ടില്ലേ? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി രാജ്യത്തിൽ നിന്നുള്ളൂ, വിദേശത്ത്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്നിട്ട് ഇന്ത്യൻ ആർമിക്ക് ഒരു ഓർഡർ കൊടുത്താൽ ഇന്ത്യൻ ആർമി അനുസരിക്കണ്ടേ? അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെയും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീനയുടെ ഒരു ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണോ വാക്കർ സമാൻ? ആ ഉത്തരവ് ജൂൺ മാസത്തിലുണ്ടാവുമോ? അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. മാത്രമല്ല, ട്രംപിൻ്റെ ഒരു ബ്ലാങ്ക് ചെക്ക് മോദിക്കുണ്ടല്ലോ. എന്താണ്? ബംഗ്ലാദേശിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കും, മോദി തീരുമാനിച്ചാൽ മതി. അപ്പോൾ സാഹചര്യങ്ങൾ അതിലേക്ക് പോവുകയാണ്. ബംഗ്ലാദേശിൽ ചരിത്രത്തിലാദ്യമായി മുഹമ്മദ് യൂനസിൻ്റെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ നിർദ്ദേശമില്ലാതെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാവും, ക്രമസമാധാന ഭംഗം ഉണ്ടാകും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചരിത്രത്തിലാദ്യമായി സൈന്യം ഇറങ്ങിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ കാര്യങ്ങൾ ഇനി വാക്കർ സമാൻ എന്ത് ചെയ്യണമെന്ന് ഷെയ്ഖ് ഹസീനയും തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് ബ്ലിറ്റ്സിൻ്റെ പത്രാധിപരുടെ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.